ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നത്. മുട്ട എല്ലാവർക്കും ഇഷ്ടമാണ്. മുട്ട പുഴുങ്ങിയത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരിക്കും. ആ പുഴുങ്ങിയ മുട്ട വെച്ച് പിന്നെ നമ്മളെ കൂടെയുള്ള ഉള്ളിയും ഇത്തിരി ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട വട എന്ന് പറയാം, മുട്ട കട്ട്ലേറ്റ് എന്ന് വേണം, എന്ത് പേരിൽ വേണമെങ്കിലും വിളിക്കാം. നല്ല കിടിലൻ വൈകുന്നേരം എല്ലാവർക്കും കുട്ടിയൊക്കെ വരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള സ്നാക്സ്, മുട്ട വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ട പുഴുങ്ങിയാണ്. നന്നായിട്ട് പുഴുങ്ങിയെടുത്തുണ്ട്. അപ്പൊ ഞാൻ തോല് പൊളിച്ചു വെച്ചാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം 4. ഇപ്പൊ നമ്മളെ മുട്ട ഒക്കെ മുറിച്ചുണ്ട്. ഞാൻ ഇതിൽ മഞ്ഞ മാറ്റുകയാണേ. മഞ്ഞ മാറ്റിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ. എല്ലാത്തൊന്നും വെള്ളി മഞ്ഞ അങ്ങ് സെപ്പറേറ്റ് ചെയ്താ. ഇപ്പൊ ഞാനിവിടെ മഞ്ഞ വേറെയും വെള്ള വേറെയും മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വെള്ള മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാൻ പോവാണേ. ഇത് ഇപ്പൊ ഗ്രേറ്റർ ഉണ്ട്, ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷെ മിക്സിന്റെ ജാറിൽ ഒന്നൊന്ന് കറക്കിയെടുത്താൽ അതാവുമ്പോൾ ഒന്നുകൂടെ നന്നായി കിട്ടുക. അപ്പൊ ഞാൻ മിക്സിന്റെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. പീസാക്കി പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് അരച്ചെടുത്തു വിട്ടോ. കണ്ടോ, ഇതുപോലെ കിട്ടിയിണ്ടേ. ഒന്ന് അത്യാവശ്യം നന്നായി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, നമ്മൾ കുറച്ച് ഇവിടെ അരിഞ്ഞൊക്കെ വെച്ച് പൊടികളും ഉള്ളിയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്തെടുക്കുകയാണേ. അപ്പൊ നമ്മള് മുട്ടയിലേക്ക് ആദ്യം ഒരു ചെറിയ സവാളാണ്. വലിയ സവാള ആണെങ്കിൽ അതിന്റെ പകുതി മതി. ചെറിയ പൊടിയായിട്ട് ഏറ്റവും കുഞ്ഞ രീതിയിൽ അരിയണേ. പൊടിയായിട്ട് അരിഞ്ഞു വെച്ചാണ്. ചോപ്പറിലൊക്കെ ഇട്ട് അരിയാണെങ്കിൽ അതാവും നന്നാവുക കേട്ടോ. അതിൽ ചേർത്ത് വെക്കണ്ടേ. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചുകൊണ്ട് ഇതും ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഒരു പച്ചമുളക് 1 ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, രണ്ടും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അളവിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കേ. രണ്ടും ചേർത്ത് കൊടുക്കട്ടെ. ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതൊരു 1/4 ടീസ്പൂണ് വറ്റൽമുളക് ചതക്കിയതാണേ. പിന്നെ 1/2 ടീസ്പൂണ് നമ്മളെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ. ഇനി നമ്മൾ മഞ്ഞ മാറ്റി വെച്ചില്ലേ, അതൊന്ന് കൈവച്ച് പൊടിക്കുക. എന്നിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി ഞാൻ കൈവച്ചിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, ഞാൻ എടുത്തത് പത്തിരിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കടലപ്പൊടി ഇല്ല, നമ്മളെല്ലാത്തിലും വടയിലൊക്കെ ചേർക്കുന്നത്. ഇനി നമ്മളിതെല്ലാം കൂടി കുഴച്ച് നന്നായിട്ട് നമ്മൾ വടയൊക്കെ പോലെ ഒരു പരുവത്തിലാക്കി എടുക്കുകയാണേ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ കൂട്ടുവട റെഡിയാണ്. കണ്ടോ, ഈ രൂപത്തിൽ കിട്ടണേ. നല്ലോണം എന്താ പറയാ, കട്ടിയായി പോവുകയും ചെയ്യരുത്, നല്ല ലൂസും ആയി പോവരുത്. നമുക്കിതൊരു നമ്മളെ കട്ട്ലേറ്റിന്റെ ഒക്കെ ഷേപ്പിലേക്ക് മാറ്റണേ. പിന്നെ അത് അധികം പൊടി ചേർത്താൽ ഉള്ളു വേവാത്ത പോണായി പോകും. ഉള്ളിൽ ആ ഒരു മുട്ടന്റെ ടേസ്റ്റ് അല്ല, പൊടിയുടെ ടേസ്റ്റാ വരിക. അപ്പൊ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ തീരെ ഭയങ്കര ലൂസായി പോവുകയാണെങ്കിൽ ഇത്തിരി കടലപ്പൊടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പൊ ഇത് ബോൾസ് ആക്കുന്ന, എന്നിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നന്നായി കിട്ടുന്നുണ്ട്. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ എല്ലാം ആക്കി എടുക്കട്ടെ. ഇതുപോലുള്ള ഒരു 8 എണ്ണം, ടോട്ടൽ 8 എണ്ണം കേട്ടോ ഇതിൽ നിന്ന് കിട്ടിയത്. നമ്മൾ 4 മുട്ടാണ് എടുത്തത്, 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് പൊരിച്ചു പോരുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ സാധാരണ ഉള്ളിവടക്കം പൊരിക്കാൻ നോക്കുമ്പോലുള്ള മുങ്ങി പൊരിയാനുള്ള ഓയിൽ ചൂടാൻ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടോ, നമ്മളെ വട റെഡി കേട്ടോ. എത്ര സിമ്പിൾ ആല്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മുട്ട പൊട്ടിത്തെറക്കി, അങ്ങനെ പൊട്ടിത്തെറക്കിയതൊന്നും ഇല്ല കേട്ടോ. അതേപോലെ ഞാൻ എല്ലാം കോരിയെടുത്ത് ബാക്കിയോട് പൊരിച്ചെടുക്കട്ടെ. എല്ലാം പൊരിച്ചു കഴിഞ്ഞ് നമ്മൾ അടിപൊളി വട കിട്ടിയിട്ടുണ്ട്. കട്ട്ലേറ്റ് എന്ന് വേണേ പറയാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. പൊരിക്കാൻ തന്നെ സിദ്ധിക്ക തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോയും ഇടയ്ക്ക് നല്ല വലിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.